ഹായ് എവരിവൺ, വെൽക്കം ടു ടീംമേറ്റ്സ് അക്കാദമി. ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നതിന് പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ACIO, അതായത് അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് 2ന്റെ നോട്ടിഫിക്കേഷൻ വന്നായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ എന്താണ് ഈ നോട്ടിഫിക്കേഷൻ, അതായത് എന്തൊക്കെയാണ് ഇപ്പം ഈ എക്സാമിൻ്റെ ഒരു ഫീച്ചർ, എന്താണ്, എങ്ങനെയാണ് നിയമനം, എക്സാമിൻ്റെ പാറ്റേൺ, ഇപ്പോൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഇപ്പോൾ SSC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് അറ്റൻഡ് ചെയ്യാവുന്ന ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് നമുക്ക് ഇതിനെ വെക്കാൻ പറ്റും. ലൈക്ക് എങ്ങനെ ചോദിച്ചാൽ നമ്മളിപ്പോൾ SSC എക്സാം പഠിക്കുന്ന സമയത്ത് ഇപ്പം സീരിയസ് ആയിട്ട് CGL എക്സാമിനും ഇപ്പം നിലവിൽ CHS ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് അറ്റൻഡ് ചെയ്യാവുന്ന അല്ലെങ്കിൽ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്ട് നോളജ് ഒക്കെ വെച്ചിട്ട് നമ്മൾ മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ്, QA ഇതൊക്കെ വെച്ചിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് IBയുടെ ഈ എക്സാം എന്ന് പറയുന്നത് ACIO. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഡിഫറൻസ് ഉണ്ട്. ഇപ്പം എന്താ ഒബ്വിയസ്ലി അവിടെ വേറെ തന്നെ ഒരു എക്സാമാണ്, SSCയുടെ കാറ്റഗറിയിൽ വരുന്നതല്ലെങ്കിലും. ആൻഡ് നിങ്ങൾക്കറിയാം SSCക്ക് ഇപ്പം നമ്മൾ പഠിക്കുന്ന ഒരു ആസ്പിരന്റിന് അത് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റുന്ന അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എക്സാംസ് ഉണ്ട്. അതിലൊന്നാണ് ഇത് IBയുടെ അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ എക്സാം എന്ന് പറയുന്നത്. സോ ഇവിടെ എന്തൊക്കെയാണ് ഇപ്പം ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എക്സാമിൻ്റെ പാറ്റേൺ, കുറച്ച് ചേഞ്ചസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. കുറച്ച് ചേഞ്ചസ് എന്തുണ്ട് നമുക്കിവിടെ എക്സാമിൽ അല്ലെങ്കിൽ അതിൻ്റെ പാറ്റേൺ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ അതിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ പേ ലെവൽ 7, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പേ ലെവൽ 7 ആണ് ഇതിൻ്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, പേ ലെവൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു നമ്മുടെ SSCയിൽ വരുന്ന CGL വരുന്ന ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ പദവി, അതായത് ഇൻസ്പെക്ടർ പോസ്റ്റിൽ കിട്ടുന്ന അതേ പേയ്മെന്റ് സ്കെയിൽ തന്നെയാണ് ഇവിടെ പേ ലെവൽ 7 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ബേസിക്, അതായത് 44,900 മുതൽ 1,42,400 വരെ ഉള്ള പേ സ്കെയിൽ ഇവിടെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ IB എന്ന് പറയുന്ന അല്ലെങ്കിൽ IBയുടെ കീഴിൽ വരുന്ന ഈ ഓരോ പോസ്റ്റ് ഡ്യൂട്ടി കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു കൃത്യമായിട്ടുള്ള ഡ്യൂട്ടി, ഇപ്പം ഇന്ന ദിവസം ലീവാണ് ഓൾറെഡി. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം IB എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ലൈക്ക് ഇപ്പം നമ്മൾ കുറച്ച് ജിയോ പൊളിറ്റിക്സ്, ഇപ്പം നിങ്ങൾ അത്യാവശ്യം സിനിമകൾ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഹോളിവുഡിലും ഇന്ത്യൻ സിനിമകളിലൊക്കെ ഇപ്പം റോ അല്ലെങ്കിൽ ഇന്റലിജൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഇങ്ങനെ രഹസ്യ അന്വേഷണ വിഭാഗങ്ങളൊക്കെ നമ്മുടെ എല്ലാ രാജ്യത്തും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഈ ജിയോ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഈ ജിയോ ആസ്പെക്റ്റിൽ നിന്ന് പൊളിറ്റിക്സ് ആസ്പെക്റ്റിൽ നിന്നിട്ടുള്ള ഒരു ജോബാണ് അത് IB. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് സ്പെസിഫിക് ഡ്യൂട്ടി ടൈമോ അല്ലെങ്കിൽ ഇത്ര ദിവസം ഡ്യൂട്ടി, ഇന്ന ദിവസം ലീവ്, അല്ലെങ്കിൽ ഇത്ര വർഷത്തിൽ ഇത്ര ലീവ് എന്നുള്ള കണക്കൊന്നും നമ്മൾ CGLോ CHSലോ അല്ലെങ്കിൽ SSC എക്സാമിൽ കാണുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇത് ചൂസ് ചെയ്യുമ്പം എക്സാം എഴുതുന്ന ആൾക്കാർ, ഇപ്പം നമ്മൾ ഏതൊരു എക്സാം ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും നമുക്കൊരു പാഷൻ ഉണ്ടാവും, ആ ജോലി ചെയ്യുന്നതിന് ഒരു പാഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് ഏത് രീതിയിലുള്ള ആൾക്കാർക്ക് പറ്റിയ ജോലിയാണ് എന്ന് ചോദിച്ചാൽ ഇപ്പം അത്യാവശ്യം ഈ രീതിയിലുള്ള റോ ഇന്റലിജൻസ്, NIA ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉൾപ്പെട്ട അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഏറ്റവും സീക്രട്ട് വിങ് ഇന്റലിജൻസ് വിങ്ങിൽ ജോലി എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, നിങ്ങളുടെ ഡെസിഗ്നേഷൻ ഒന്നും ഈ പോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്ക്ലോസ് ചെയ്യാനുള്ള അവസരം പോലും ഇല്ല. ഈവൻ ഇപ്പം നിങ്ങൾക്കറിയാം രാജ്യത്തെ പ്രധാനപ്പെട്ട ഫോഴ്സുകൾ, പോലീസ് ഫോഴ്സുകൾ, ഇന്റലിജൻസ് ബ്യൂറോ ഇതുപോലത്തെ ആൾക്കാർക്കൊക്കെ ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് അടക്കം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പദവികളാണ് ഇത് ഈ IBയിൽ വരുന്ന ഈ ജോലി. അപ്പം ഇതിന് സാലറി സ്കെയിൽ ഇപ്പം സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് എന്ന് പറയുന്ന സാധനമാണ് 20%. ഓക്കെ, ആൻഡ് ഓൾസോ ക്യാഷ് കോമ്പൻസേഷൻ ഡ്യൂ ടു ഡ്യൂട്ടി പെർഫോംഡ് ബൈ ഓൺ ഹോളിഡേയ്സ്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പ്രത്യേക ഹോളിഡേയ്സ് ഒന്നും പറയുന്നില്ല ഇതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സൺഡേ ഹോളിഡേ അല്ലെങ്കിൽ ഇത്ര ഹോളിഡേ ഈ കോമ്പൻസേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ചുരുക്കി പറഞ്ഞാൽ 13 മാസത്തെ സാലറി നിങ്ങൾക്ക് കിട്ടും. നോർമലി ഇപ്പം നമുക്ക് ഇയർലി 12 മാസം സാലറി എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുക. അതല്ല, ഇതിന് പ്രത്യേകിച്ച് ഹോളിഡേയ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെ കൂടി കോമ്പൻസേറ്റ് ചെയ്തിട്ട് 13 മാസ സാലറിയാണ് നിങ്ങൾക്ക് കിട്ടുക. അതായത് ഒരു പേ ലെവൽ 7 ആണെങ്കിലും CGLന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഒരു അപ് ടു ഒരു 10,000 അബവ് സാലറി നിങ്ങൾക്ക് എന്ത് കിട്ടും, എക്സ്ട്രാ ഇതിൽ കിട്ടുന്നുള്ളൊരു പോസിറ്റീവ് ഫാക്ടർ ഇതിലുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് ജോലി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ജോലി ആയിരിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് അത്യാവശ്യം ഇങ്ങനത്തെ ഞാൻ പറഞ്ഞു ഇപ്പോൾ ജിയോ പൊളിറ്റിക്സ് പോലത്തെ വിഷയങ്ങളിലൊക്കെ താല്പര്യമുള്ള അല്ലെങ്കിൽ ഏത് സമയവും രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യാൻ, ഇപ്പോൾ ഉറക്കം ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങിക്കൊണ്ടൊക്കെ വിളിക്കേണ്ടി വരും, ആ ഡ്യൂട്ടി നിങ്ങൾക്ക് അതിനു വേണ്ടി പോകേണ്ടി വരും. അതായത് രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ക്രൂഷ്യലായിട്ടുള്ള ഒരു ജോലിയാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ടോട്ടൽ വേക്കൻസി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, 3717 ആണ് ടോട്ടൽ വേക്കൻസി. അതിലെന്നെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ UR അണ്ടർ റിസർവ്ഡിന് 1537, എക്കണോമിക് വീക്കർ സെക്ഷന് 442, അതർ ബാക്ക്വേർഡ് ക്ലാസസ് 946, ഷെഡ്യൂൾഡ് കാസ്റ്റ് 566, ഷെഡ്യൂൾഡ് ട്രൈബ്സ് 226. ഇങ്ങനെയാണ് ടോട്ടൽ വേക്കൻസി 3717. ഇനി ക്വാളിഫിക്കേഷനൊക്കെ നോക്കുകയാണെങ്കിൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ എന്ന് വെച്ചാൽ എനി ഗ്രാജുവേഷൻ,
ഇപ്പം നിങ്ങളിപ്പം ഗവൺമെൻറ് എക്സാമിൻ്റെ പ്രത്യേകത എന്താണ്? ഇപ്പോൾ PSC ആയാലും SSC ആയാലും ഏത് എക്സാം ആയാലും അവിടെ നമ്മൾ സപ്ലൈ അടിച്ചിട്ടാണോ അല്ലെങ്കിൽ നമ്മൾ പേപ്പർ ബാക്ക് വന്നിട്ടാണോ ഈ ഡിഗ്രി ക്വാളിഫൈ ചെയ്തുള്ളത് കണക്ക് അവിടെ ഇല്ല. അപ്പം ആർട്ടിക്കിൾ 16 കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമുക്ക് എന്താണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി സെർവ് ചെയ്യുക എന്നുള്ള ഫാക്റ്റാണ് ഇവിടെ ഗവൺമെൻറ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനി ഗ്രാജുവേഷനും അത് ഇന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നില്ല, ഓർ ഇക്വാലന്റ് ഡിഗ്രിനോട് നമുക്ക് ഇക്വാലന്റ് ആയിട്ടുള്ള മറ്റുള്ള സംഭവങ്ങളും എന്താണ് ഇതിന് നമുക്ക് ക്വാളിഫിക്കേഷൻ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ആൻഡ് നോളജ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇതൊരു ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആണ്. ആൻഡ് അതായത് നോളജ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ചെയ്യേണ്ട ജോബ് റോളിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബേസിക് നോളജ് മാത്രമാണ് ഇവിടെ കമ്പ്യൂട്ടർ നോളജ് പറയുന്നത്. പിന്നെ ഏജ് ഇപ്പം ഡിഗ്രി ലെവലാണ് എന്ന് വെച്ചിട്ട് ഏജിൻ്റെ കാര്യത്തിൽ എന്തില്ല, ചെറിയൊരു എക്സെപ്ഷൻ CGL എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് വരുന്നുണ്ട്. കാരണം 18 to 27 വയസ്സ് വരെയാണ് ഇതിൻ്റെ മാക്സിമം, അതായത് 18 മിനിമം 27 മാക്സിമം. അപ്പം ഇവിടെ ആസ് ഓൺ 10/8/2025 ഓഗസ്റ്റ് 10 അതിൽ 27 വയസ്സ് തികഞ്ഞ ആളായിരിക്കണം. ദാറ്റ് മീൻസ് ഈ കാലയളവിനുള്ളിൽ 10/8/2025 നിങ്ങൾക്ക് 28 വയസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ജനറൽ കാറ്റഗറിയിൽ പെട്ട ആൾക്കാർക്ക് ഈ എക്സാം എഴുതാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ എല്ലാ ഗവൺമെൻറ് എക്സാമുകൾക്കും ഉള്ളതുപോലെ ഏജ് റിലാക്സേഷൻ ഈ എക്സാമിനും അപ്ലിക്കബിൾ ആണ്. എങ്ങനെ? അതായത് SC/ST പിന്നെ 5 വർഷം, SC/STക്ക് 5 വർഷം, OBCക്ക് 3 വർഷം. ഇതെല്ലാ എക്സാമുകൾക്കും ഉള്ളതാണ്. അപ്പോൾ അത് ഇതിലും അപ്ലിക്കബിൾ ആണ് എന്നുള്ളത് ഏജ് ലിമിറ്റ്, അതായത് ഏജ് റിലാക്സേഷൻ ഈ എക്സാമിനും സെയിം ആസ് SSC എക്സാമിനെ പോലെ അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനറൽ ആയിട്ടുള്ള സാലറി, വേക്കൻസി, ക്വാളിഫിക്കേഷൻ ആൻഡ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ സ്കീം ഓഫ് എക്സാമിനേഷൻ. നമ്മൾ ഓൾറെഡി CGL എക്സാമിനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ നോക്കുന്നത് സ്കീം എന്ന് പറയുന്നത് സെയിം സ്കീം ആയിരിക്കില്ല. എക്സാമിന് സ്കീമിൽ ചേഞ്ച് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയാണ് ആ ചേഞ്ച് നമുക്ക് അപ്ലിക്കബിൾ ആവുമെന്ന് ചോദിച്ചാൽ, Tier 1 എക്സാം നിങ്ങൾ നോക്ക്, 100 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതായത് 100 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമുക്ക് എക്സാമിന് ഫേസ് ചെയ്യേണ്ടി വരാം. ഡിവൈഡഡ് ഇൻറ്റു 5 പാർട്സ്. ഏതൊക്കെ? കറണ്ട് അഫയേഴ്സ്. ഇതൊരു CGL ഇപ്പോൾ നമ്മൾ CGL സിലബസ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ സാധനം നമുക്ക് കാണാൻ പറ്റില്ല. ബാക്കി ഈ 4 നമുക്ക് കാണാൻ കഴിയും അല്ലേ? പക്ഷെ കറണ്ട് അഫയേഴ്സ് എന്തുകൊണ്ടാണ് അറിയാം, ഈ ജോബ് റോള് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവം, ഈ ജോലിയുടെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ടാണ്. കാരണം എന്താ പറയുക, നമ്മൾ ഈ ലോകത്ത് നടക്കുന്ന, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഡീപ്ലി അറിഞ്ഞിരിക്കണം എന്നൊരു ഫാക്ട് അവിടെ ഉണ്ട്. ഇപ്പം നമ്മൾ ഒരു ജോലിക്ക് ഇപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ചാൽ എല്ലാ ജോലി കിട്ടണമെങ്കിലും മാത്സ് പഠിച്ചാൽ മതി, ഇംഗ്ലീഷ് പഠിച്ചാൽ മതി, റീസണിങ് പഠിച്ചാൽ മതി. ഇപ്പം അങ്ങനെയല്ല. ഒരു ജോലിക്ക് ആ ജോബിൻ്റെ ബിഹേവിയർ അനുസരിച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ. അതുകൊണ്ടാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന സാധനം ഇവിടെ ഉൾപ്പെടുത്തിയത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? നല്ലപോലെ അപ്ഡേറ്റഡ് ആയിരിക്കണം, നല്ലപോലെ ന്യൂസ് പേപ്പർ വായിച്ചിരിക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എക്സ്ട്രാ നമ്മൾ SSCയുടെ നോർമൽ Tier 1 സിലബസായിട്ട് ബന്ധപ്പെട്ട് കമ്പയർ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പം കറണ്ട് അഫയേഴ്സ് 1, പിന്നെ GK ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന സമയത്ത് എല്ലാം വരും. ഇപ്പം നമ്മളെ പൊളിറ്റി, ഹിസ്റ്ററി, എക്കണോമിക്സ് ഇങ്ങനെ എല്ലാ സാധനങ്ങളും വരും. ആൻഡ് ജനറൽ സ്റ്റഡീസ് ഡീറ്റെയിൽ പറയുന്നില്ല, ജോഗ്രഫി വരുന്നുണ്ട്, ഇപ്പം മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ആൻഡ് റീസണിങ്, ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ അതുപോലെ ഇംഗ്ലീഷ് സെയിം ആസ് CGL. പക്ഷേ ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? 1 മാർക്ക്. അതായത് ഇതിൽ നിന്ന് ഓരോന്നും 20 ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ് 1 മാർക്കാണുള്ളത്. അപ്പോൾ നമ്മൾ CGL നോക്കുകയാണെങ്കിലോ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 മാർക്സ് ആണ്. അപ്പോൾ അതിന് വെച്ച് നോക്കുന്ന സമയത്ത് വലിയൊരു ഡിഫറൻസ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. CGL വെച്ച് നോക്കുമ്പോൾ 2 മാർക്സ് ആണ്, IBക്ക് അത് 1 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ ഈ Tier 1 എക്സാം എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ്, GK, QA, റീസണിങ്, ഇംഗ്ലീഷ് ഈ 4 ഏരിയന്നും 20 ക്വസ്റ്റ്യൻ വെച്ച് നിങ്ങൾക്ക് 1 അവർ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ്. ക്ലിയർ ആണല്ലോ? നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, പക്ഷെ അത് നമ്മൾ നോർമലി CGL ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് 1/4 ആണ്. അതായത് CGL നമ്മൾ ക്വസ്റ്റ്യൻ തെറ്റിച്ച് എത്രയാ 0.5 ആണ് നമുക്ക് നെഗറ്റീവ് കിട്ടുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ എത്രയോ 0.25 എന്ന് പറയുന്ന ആ ഒരു പാറ്റേണിലേക്ക് വരും. സോ Tier 1 കഴിഞ്ഞു. Tier 2 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ Tier 3 SSCക്ക് Tier 3 ഉണ്ടായിരുന്നത് പോലെ ആ ഒരു ലെവല് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് പേപ്പറാണ് 50 മാർക്കിൻ്റെ Tier 2 വരുന്നത്. അതുകൊണ്ട് അതിൽ essay 20 മാർക്സ്. essay എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് അതൊരു റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക് നമുക്ക് കിട്ടുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ essay. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് കോംപ്രഹൻഷൻ, റീഡിംഗ് കോംപ്രഹൻഷൻ. ഇംഗ്ലീഷ് കോംപ്രഹൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്റ്റാൻസ് തന്നിട്ട് അല്ലെങ്കിൽ പാരഗ്രാഫ് തന്നിട്ട് അതിലുള്ള അതിൻ്റെ കംപ്ലീറ്റ് തീം അടക്കം അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതുന്ന ഒരു രീതിയാണ്, മനസ്സിലാക്കുക, അനാലിസിസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീഡിംഗ് കോംപ്രഹൻഷൻ. ആൻഡ് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 10 മാർക്ക് ഈച്ച്. ആൻഡ് നോക്കുന്നത് കറണ്ട് അഫയേഴ്സ്,
എക്കണോമിക്സ്, സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്. നിങ്ങൾ നോക്കി നോക്ക്, സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്. അപ്പോൾ നമ്മൾ എന്താണെന്നറിയോ, മറ്റുള്ള എക്സാമുകൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു പാറ്റേണേ അല്ല. ഞാനോട് റിപ്പീറ്റ് ചെയ്ത് പറയാണ് കേട്ടോ. കാരണം നിങ്ങൾ ഈ ഡ്യൂട്ടിക്ക് ഇപ്പം കംപ്ലീറ്റ്ലി പാഷനേറ്റ് ആയിട്ടുള്ള ഒരാൾക്കാണ് ഇത് പറ്റും. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എന്ത് ചെയ്യാണ്, എനിക്കിപ്പോൾ അത്യാവശ്യം CGയിലൊന്നും പോരാ, എനിക്ക് അത്യാവശ്യം രാജ്യത്തിൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു വിങ്ങിൽ, ഇൻ്റലിജൻസ് പോലത്തെ വിങ്ങിൽ എനിക്ക് എന്ത് ചെയ്യണം, ജോലി എടുക്കണം. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ പാഷനേറ്റുള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയൊരു ജോലിയാണത്. എന്താണെന്നറിയോ, നിങ്ങൾ നോക്കി സിലബസിലടക്കം സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ പറയുന്ന സമയത്തുണ്ടല്ലോ, വെറും ഒരു കാൻഡിഡേറ്റിന് അവിടെ പോയി എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പ്രസന്റ് ചെയ്യാനോ അതിനൊരു എസ്സേ തയ്യാറാക്കാനോ എഴുതാനോ നമുക്ക് കഴിയില്ല. കാരണം എന്താണ്, അത് അത്രയും ഡീപ്പ് നോളജ്. ഇപ്പം നിങ്ങൾക്ക് അറിയാം, ഇപ്പം ഗസയിൽ നടക്കുന്ന ഇഷ്യൂസ്, ഇറാൻ പിന്നെ ഇസ്രായേൽ വാറുകൾ, പിന്നെ അതുപോലെ രാജ്യത്ത് നടക്കുന്ന ഇപ്പം ലേറ്റസ്റ്റ് നടന്നിട്ടുള്ള ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂസ്, ക്ലാഷസ്, അപ്പം ഇതൊക്കെ ഇവിടെ നമുക്ക് ഉൾപ്പെടുത്താം. ചൈനയുടെ തന്നെ ഇൻവേഷൻ. അപ്പം ഞാൻ പറയുന്നത് ഈ രീതിയിൽ ജിയോ പൊളിറ്റിക്സ് അല്ലെങ്കിൽ സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് അത്രയും കണ്ടന്റ് അറിവ് നമുക്കിതിന് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ പാഷനേറ്റ് ആയിട്ട് ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഇതിനോട് കൂടുതൽ നമുക്ക് എക്സാമിന് ഫോക്കസ് ചെയ്യാൻ പറ്റും. ബട്ട് എനി ഹൗ നമുക്ക് Tier 1 ക്ലിയർ ചെയ്യാൻ എന്ത് മതി, നമ്മൾ നിലവിൽ പ്രിപ്പയർ ചെയ്യുന്ന CG ലെവൽ. പക്ഷേ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ നമ്മൾ അപ്പ് ചെയ്യണം എന്നുള്ളത് ഇവിടെ വിസിബിൾ ആണ്. കാരണം നമ്മൾ നിലവിൽ പഠിക്കുന്ന സ്ട്രാറ്റജി വെച്ച് പോയാൽ മതിയോ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഇത്ര പറയാനുള്ളത് പോരാ, അത്ര പോരാ, കുറച്ചുകൂടെ ഒന്ന് അപ്പായി ചെയ്യുന്നത് നമുക്ക് എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്ന് പറയാം. ആൻഡ് Tier 1, Tier 2 ആൻഡ് Tier 3 ദാറ്റ് ഈസ് ഇന്റർവ്യൂ. 100 മാർക്കിനാണ് ഇന്റർവ്യൂ. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ലൈക്ക് ഇപ്പോൾ ഒരു UPSC ഒരു ആസ്പിരന്റ് ഇപ്പം UPSC മെയിൻസ് കഴിഞ്ഞ് ഇന്റർവ്യൂവിന് പോയിരുന്ന സമയത്ത് അവർ ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് പോലെ നമുക്ക് ഇതിന് എക്സ്പെക്ട് ചെയ്യേണ്ടി വരും. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോബ് റോൾ ഉള്ളത് കൊണ്ട് തന്നെ ഇന്റർവ്യൂ ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ക്വാളിറ്റി, അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച്, ലൈഫിൽ നേരിട്ട് എക്സ്പീരിയൻസിനെ കുറിച്ച്, ഹോബീസിനെ കുറിച്ച് എല്ലാം അവിടെ അവർ ചോദിക്കും. അപ്പോൾ നോർമലി ഇപ്പോൾ ബാങ്കിലൊക്കെ നമുക്ക് ഇന്റർവ്യൂസ് ഇല്ലേ, അതിൻ്റെ ഒരു സമാനമായിട്ട് സാധനം നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ഇതാണ് എക്സാമിൻ്റെ ഒരു പാറ്റേൺ ആൻഡ് സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടോ. പിന്നെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ക്യുമുലേറ്റീവ് ആണ് കേട്ടോ. നോർമലി Tier 1 ക്വാളിഫിക്കേഷൻ നാച്ചുറൽ അങ്ങനെയല്ല. അതായത് ക്വാളിഫൈഡ് നാച്ചുറൽ വരുന്ന ആ പ്രോസസ് അല്ല CGയിൽ പോലെ. എന്താണ്, ക്യുമുലേറ്റീവ് ആയിട്ട് എല്ലാത്തിനും. ഇപ്പം Tier 1 പറഞ്ഞ 100ഉം Tier 2 പറഞ്ഞ 50ഉം ഇന്റർവ്യൂയുടെ 100ഉം ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ടോട്ടൽ മാർക്കാണ് ഇവിടെ കൺസിഡർ ചെയ്യൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇത്രയാണ് നമുക്ക് ഇതിന് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് സൈഡിലേക്ക് പോവാം. പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ, ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു 19-ാം തീയതി, ഇത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 19/7/2020 ജൂലൈ 19 ഇത് ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ്. ആൻഡ് ഇത് അവസാന ഡേറ്റ്, ലാസ്റ്റ് ഡേറ്റ് 10/8/2025 ഓഗസ്റ്റ് 10-ാം തീയതി ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ആണ്. ഇതിൻ്റെ നിങ്ങൾ ചലാൻ അടയ്ക്കുന്നൊക്കെ, അതായത് ഫീ ഉണ്ട്, ഈ ഫീ അടയ്ക്കുന്നത്, ചലാൻ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇന്ന് 10-ാം തീയതി വരെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് 12-ാം തീയതി വരെ എന്ത് ചെയ്യാം, ചലാൻ്റെ പ്രോസസ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. വെദർ ഇറ്റ്സ്, അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ടും ചലാൻ ഓഫ്ലൈൻ ബ്രാഞ്ച് സബ്മിഷൻ SBയിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈ ചലാൻ കേട്ടോ, 2 രീതിയിലും ചെയ്യാം. നോർമലി സീസണിലൊക്കെ എനിക്ക് തോന്നുന്നത് ഈ ചലാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതെന്തുണ്ട്, SBയിലെ ഓഫ്ലൈൻ ചലാനും കൂടെ നമുക്കിവിടെ അപ്ലിക്കബിൾ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതെപ്പോൾ കംപ്ലീറ്റ് ചെയ്യണം, 12/8/2025 അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇവിടെ എക്സാമിന് ഫീ എന്ന് ചോദിച്ചാൽ ഇവിടെ 550 രൂപ എല്ലാ കാൻഡിഡേറ്റ്സും, അതിൽ എക്സെപ്ഷൻ ഇല്ല. ഇപ്പം നോർമലി ഒരു എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് 100 രൂപ അടയ്ക്കണ്ടേ, SSC അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ 100 രൂപ അടയ്ക്കണം. പക്ഷേ ഇവിടെ 550 രൂപ, അതിൽ എക്സെപ്ഷൻ ഉണ്ടാവും. ലേഡീസിന് എക്സെപ്ഷൻ ഉണ്ട്, SC ST ഇവർക്കൊക്കെ എക്സെപ്ഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ എല്ലാവരും അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ഈ ഫീ 550 എന്ന് പറയുന്ന ഈ ഫീ എന്താണ്, ബാധകമാണ്. അവിടെ 550 പ്ലസ് ഒരു 100 രൂപ എന്തുണ്ട്, റിക്രൂട്ട്മെന്റ് പ്രോസസ്സിംഗ് ഫീയും കൂടെ IB ഈടാക്കുന്നുണ്ട്. പക്ഷേ ഈ 100 രൂപയിൽ എന്തുണ്ട്, എക്സെപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ SC ST അല്ലെങ്കിൽ പിന്നെ ലേഡി കാൻഡിഡേറ്റ്സ് ഒന്നും എന്ത് ചെയ്യണ്ട, ഫീസ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സ്ലൈഡിൽ പെടുത്തിയിട്ടുള്ളൂ. കുറേ പേജ് നോട്ടിഫിക്കേഷൻ ഉണ്ട്, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പം എല്ലാ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണം, 550 രൂപ അടയ്ക്കണം. അവിടെ എക്സെപ്ഷൻ 100 രൂപ എന്ന് പറയുന്ന എക്സെപ്ഷൻ ആർക്ക് മാത്രമേ ഉള്ളൂ, EWS, പിന്നത് ശരി, ഓക്കെ, അത്രയാണ് റിക്രൂട്ട്മെന്റ് ചാർജ് കേട്ടോ. അപ്പം 550 രൂപ. ജനറൽ എത്ര വരണം, ജനറൽ ഫീ എത്രയാ, 650. അതിലിപ്പം സ്ത്രീകൾക്ക് SC ST കാറ്റഗറിക്കൊക്കെ ഒഴിഞ്ഞാൽ അവർക്ക് മാത്രം 550 മാത്രം, 100 രൂപ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഫീ
ഉണ്ടാവില്ല എന്നുള്ളത് ഓർത്തു വെക്കാം. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പം എല്ലാ ഭരണഘടന പ്രകാരം എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യണം, ഗവൺമെന്റ് സർവീസ് കൊടുക്കണം. പക്ഷേ അതേ ആർട്ടിക്കിളിൽ എന്ത് പറയുന്നുണ്ട്, ഇപ്പം നമ്മളെ എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. അപ്പം അവിടെ ഇവിടെ സൂക്ഷിക്കേണ്ടത് ഹാൻഡിക്യാപ്ഡ് PWD കാറ്റഗറിപ്പെട്ട ആൾക്കാർക്ക്, അംഗവൈകല്യം വന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അവിടെ പ്രത്യേകം നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്. സോ ഇതാണ് നമ്മളെ ഇന്നത്തെ IBയുടെ നോട്ടിഫിക്കേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു ലാസ്റ്റ് ടൈം, അതായത് ഒരൊറ്റ അഡ്വൈസ് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ ജോബിൻ്റെ റോൾ ഇതൊക്കെയാണ്. പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് CGL നിലവിൽ SSC പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് 100% കോൺഫിഡൻസോട് കൂടി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, എഴുതാൻ പറ്റുന്ന എക്സാമാണ്. ഞാൻ പറഞ്ഞത് പാഷൻ ഡിപ്പെൻസ് ഓൺ ദ പാഷൻ. നമ്മൾ എടുക്കുന്ന ജോലിയോടുള്ള പാഷൻ ഇതിന് വളരെ കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാർ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യുക. സോ ഓൾ ദ ബെസ്റ്റ്.